അരിയൻ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. 2012 ഫെബ്രുവരി 20-നാണ് MSF പ്രവർത്തകൻ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അരിയർ ഷുക്കൂർ വധക്കേസിൽ കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജിയാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റം, ഇരുവർക്കുമെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം നിലവിൽ CBI കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ജനുവരിയിലാണ് ഈ വിടുതൽ ഹർജിയുമായിട്ട് ജയരാജനും ടി വി രാജേഷും CBI കോടതിയെ സമീപിക്കുന്നത്. ഷുക്കൂറിന്റെ അമ്മ ആത്തിക്കയും ഈ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഇരുവരുടെയും ഹർജി തള്ളണമെന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരുന്നു. 2012 ഫെബ്രുവരിയിലാണ് ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തിയതിനു ശേഷം കൊലപ്പെടുത്തിയെന്നാണ് CBIയുടെ കേസ്. ഇതിന് പിറകിലുള്ള ഗൂഢാലോചനയിൽ ടി വി രാജേഷിനും ജയരാജനും പങ്കുണ്ടെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. അതിന് തക്ക തെളിവുകളും കോടതിയിൽ CBI ഹാജരാക്കിയിരുന്നു. അതായത് ടി വി രാജേഷിന്റെയും ജയരാജന്റെയും നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുമ്പോൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഒപ്പമുണ്ടായിരുന്നുവെന്നുള്ള വാദമായിരുന്നു പ്രോസിക്യൂഷൻ CBI കോടതിയിൽ വാദിച്ചത്. ഒപ്പം തന്നെ ഇത് സാധൂകരിക്കുന്ന കോൾ ഡേറ്റ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷനും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത് ബോധ്യപ്പെട്ട കോടതി ഈ ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളുകയായിരുന്നു. എന്തായാലും നേരത്തെ ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. പിന്നീട് ഷുക്കൂറിന്റെ മാതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതിയാണ് കേസ് അന്വേഷണം CBIക്ക് വിടുന്നത്. 32-ാം പ്രതിയാണ് ഈ കേസിൽ പി ജയരാജൻ, 33-ാം പ്രതിയാണ് ടി വി രാജേഷ്. എന്തായാലും ഇരുവർക്കുമെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരുവരും ഈ കേസിൽ വിചാരണ നേരിടണമെന്നുമാണ് ഈ CBI കോടതിയുടെ ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും വിടുതൽ ഹർജി പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി.